അപ്പൊ നമ്മളിത് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് എന്താ ഓർട്ടിജിയ ആണ് നമ്മുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ. ഓർട്ടിജിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ ഐലൻഡ് ആണ്. ഇത് ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ സെന്റർ ഓഫ് സിറ്റി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ നമ്മുടെ സിറാക്കോസിന്റെ ഒരു സെൻട്രൽ ഹിസ്റ്റോറിക്കൽ ലൊക്കേഷൻ കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്ന മുഖ്യമായ അട്രാക്ഷൻ എന്ന് പറയുന്നത് കത്തീഡ്രൽ ഓഫ് സിറാക്കൂസ് ആണ് ഇതിലെ മെയിൻ ഒരു അട്രാക്ഷൻ. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പിസ ദുവോമോ, ഒരു ഫേമസ് സ്ക്വയർ, അതിൻ്റെ ഒരു വാക്ക് വേ പോകുന്നത് ഒരു ചെറിയൊരു സ്ട്രീറ്റാണ്. അത് ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്ന ഒരു ചെറിയ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതൊരു മിനി മാർക്കറ്റ് അതിൻ്റെ ഒപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടെമ്പിൾ ഓഫ് അപ്പോളോ, അത് ഈ പറയുന്ന ഏൻഷ്യൻ ഗ്രീക്ക് ഒരു മോൺമെന്റ് സംഭവമാണ്. അപ്പം നമുക്ക് ഈ പശ്ചാത്തലങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വിഷ്വൽസ് കാണാം. അപ്പം അതാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മുഖ്യമായിട്ട് കാണിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ ഓൾഡ് ഒരു സിറ്റി ടൗൺ സർക്കിൾ, അതിൻ്റെ സറൗണ്ടിങ്സ് കാഴ്ചകൾ നമ്മളൊരു വാക്ക് വേയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്, ഒരു സറൗണ്ടിങ്സും കൂടി ഉണ്ട്, ആംബിയൻസ് ഉണ്ട് ഇവിടെ. നമ്മുടെ സിസിലിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഓർട്ടിജിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നഗരം ഹൃദയഭാഗത്തിൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു നമ്മുടെ ഇപ്പോൾ ഒരു നടത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഒരുപാട് പേര് ഇപ്പോൾ വരുന്നു. അവർ ബസ്സിലാണെങ്കിൽ വന്നിറങ്ങിയ ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് അവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ വിഷ്വൽസാണ് ഇപ്പോൾ നടന്ന് നമുക്ക് കാണാൻ പോകുന്നത്. കുഞ്ഞു എന്തിട്ട് തല കുണിച്ചിരിക്കണേ ബബ്ലു. ഇതൊരു പോണ്ട് സാന്താ ലൂസിയ ലൊക്കേഷനാണ്. ഇവിടെ ചെറിയൊരു സംഭവം കൂടിയാണ്. ഒരു പഴയ ഒരു സ്മാരകം പോലെ ഇവിടെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ മാൾട്ടയിൽ നിന്ന് വരുന്നവർക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു വിഷ്വൽസ് ഏകദേശം സെയിം ആയിട്ടൊക്കെ തന്നെ തോന്നും. കാരണം പറഞ്ഞാൽ നമുക്കവിടെ ഈ പറയുന്ന സീ വിഷ്വൽസൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഇതൊരു സാധാരണ ആണ്, എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് വരുന്നു. എൻ്റെ ആമസിന് എന്താ കുഴപ്പം? അതിന് പിടിച്ചു കിടക്കല്ലേ, നീങ്ങി കിടന്നേ. എന്തായി? ഒരുപാട് ടൂർ പ്രോഗ്രാമുകൾ ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് തന്നെ. ഒരു വാട്ടർ സ്പോർട്ട് പ്രോഗ്രാം പോലെ ഇപ്പോൾ നമ്മുടെ മാൾട്ടയിലുള്ള തന്നെ പോലെ ചെറിയൊരു ക്രൂയിസ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഒരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് Now we're going to the center of Ortygia, where the cathedral, the plaza, the piazza, and the cathedral, which is very interesting because outside is a Baroque, Sicilian Baroque style, and the interior is an old Greek temple, which has been converted to a Catholic church, and now it's the cathedral of Siracusa and Sicily of this diocese. This is the old part, narrow streets and these small shops selling all types of goods, from ceramics, which is very popular in Sicily, ceramic articles, food, wine, and all the things that one can dream of, he can find here. ഒരുപാട് സ്ട്രീറ്റ് എന്താ പറയുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കൾ, ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ്, അതുപോലെ തന്നെ ഫുഡ്, പേസ്ട്രി, മറ്റ് വൈൻ ഷോപ്പ് എല്ലാം ഉൾപ്പെടുന്ന ഒരു നമ്മുടെ ചെറിയൊരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ് ഇവിടുത്തെ ആ ഫേമസ് ആയിട്ടുള്ള പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. അത് ഓർട്ടിജിയയിലെ ഏറ്റവും ഒരു അട്രാക്ഷനുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇതേപോലെ. ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ളൊരു ലൈഫ് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇപ്പോൾ കാണാം. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ആയാലും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്.
ടീ ഷോപ്പുകൾ, കഫേ, പാർലെ എന്ന് പറയാവുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, കരകൗശല വസ്തുക്കളുടെ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ വളരെ അട്രാക്ഷനാണ്. നമ്മൾ ഈ സ്ട്രീറ്റ് ഒരു 1/2 കിലോമീറ്റർ താഴെ ഉണ്ടെന്ന് പറയാം ഇത് നടക്കാനായിട്ട്, കാഴ്ചകളൊക്കെ ആയിട്ട്. ഇത് ഫൈനൽ എൻഡിലാണ് നമ്മൾ ഈ പറയുന്ന ഷോപ്പ് എത്തിച്ചേരുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ വന്ന അച്ഛനാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. ഓർട്ടീജിയ സെൻറ്റർ അട്രാക്ഷൻ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പള്ളി, അതിൻ്റെ സറൗണ്ടിങ്സ് വരുന്ന ആംബിയൻസ്, ബിൽഡിങ്, ഒരു പറയുന്ന ഹിസ്റ്റോറിക്കൽ ഒരു ലൊക്കാലിറ്റിയുടെ എല്ലാ ട്രഡീഷനും ഉൾപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു. ഈ നിലയിൽ ഉയർന്നു നിൽക്കുന്ന ദേവാലയത്തിന്റെ ചരിത്രം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അതിന് പഴമയുടെ അല്ലെങ്കിൽ അതിന് ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. ഏകദേശം 5th സെഞ്ചുറി BC കാലഘട്ടത്തിൽ ഗ്രീക്കുകാരുടെ അധിനിവേശത്തിന്റെ സമയത്ത് ഇതൊരു അമ്പലമായിട്ടാണ്, അവരുടെ വിസ്ഡം ആൻഡ് വാർ ഇതിന്റെ ഗോഡസ് ആയിട്ടുള്ള അഥീനയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു അമ്പലമായിട്ടാണ് ആദ്യ നിർമ്മിതി ഇത് ഉണ്ടായത്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി 9th സെഞ്ചുറി ആയപ്പോൾ അറബികളുടെ ഒരു അധിനിവേശ കാലഘട്ടം ഇവിടെ ഉണ്ടാവുകയും അവർ അത് കോൺകർ ചെയ്ത് അവരുടേതായ ഒരു മോസ്ക് എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം 12th സെഞ്ചുറി ആയപ്പോൾ നമ്മുടെ നോർമൻ ഇൻവേഷൻ കാലഘട്ടം, അവരുടെ ഒരു ചരിത്രത്തിന്റെ ഒരു കീഴടക്കലിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇതൊരു നമ്മുടെ ഇന്നീ കാണുന്ന രീതിയിലേക്കുള്ള ഒരു ചരിത്രത്തിന്റെ നിർമ്മിതിയായ ഒരു ദേവാലയം എന്ന രീതിയിലേക്ക് എത്തപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്ര താളുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദേവാലയത്തിന്റെ നമുക്ക് ഇതിന്റെ പഴയമ്മയുടെ വശങ്ങളുണ്ട്. ഇതിന്റെ ഉൾവശത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒറിജിനലി ഇതൊരു ഗ്രീക്ക് ഡോറിക് ടെമ്പിളിന്റെ അതേ അവശേഷിപ്പുകളാണ് നമുക്ക് ഇതിന്റെ ഔട്ട്സൈഡ് വ്യൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഇതിന്റെ പള്ളിയുടെ അകത്ത് നമുക്കൊരു ബൊറോക്ക് സ്റ്റൈൽ ഓൾഡ് കൺസ്ട്രക്ഷൻ, ഇതിന്റെ ഉൾസൈഡിൽ നമുക്ക് ഒരുപാട് കോളംസ് ഇപ്പോഴും അതേ ഒരു ആ കാലഘട്ടത്തിൽ ഉള്ള എങ്ങനെയാണോ അതുപോലെ തന്നെ അവര് അതിൻ്റെ ഒരു അവശേഷിപ്പുകളായിട്ട് ഇന്ന് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. അത് തീർച്ചയായിട്ടും ഇത് ഒരു മഹത്തരമായ ഒരു നിർമ്മിതി. ഇത് നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയ ഒരു നിർമ്മിതി കൂടി തന്നെയാണ്. നമ്മുടെ പഴയ റോമൻ സംസ്കാരത്തിൻ്റെ ഒരു അവശിഷ്ടം എന്ന് പറയാവുന്ന സംഭവമാണ് അവരിപ്പോഴും ഇതിൽ ഒരു സംരക്ഷിച്ചു പോരുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ഈ സിറ്റിയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന സെൻറ്ററിൽ തന്നെയാണ് പഴയ ബിൽഡിങ് ഇപ്പോൾ അവർ ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡൊക്കെ ഇവിടെ കാട് പിടിച്ചോണൊക്കെ ആയെങ്കിലും ഇപ്പോൾ അതിൻ്റെ പഴയ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു ആർക്കിയോളജിക്കൽ ആ ഒരു സ്ട്രക്ചർ ഇപ്പോഴും അത് പഴയതിൽ നിന്നും അവർ എടുത്തിവിടെ ഒരു സ്മാരകം പോലെ സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആ പറയുന്ന ഏരിയ. അതിൻ്റെ അടുത്തൊരു വാക്ക്വേ പോലെ ചുറ്റും സറൗണ്ടിങ്സിൽ നമുക്കിങ്ങനെ നടക്കാം. ഇവിടെ ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്പൺ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ ടീമുകളെല്ലാവരും ഇപ്പം അതിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് ഓപ്പൺ മാർക്കറ്റ് കൂടുതലും ഒരു കരകൗശല വസ്തുക്കളൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് ഐറ്റംസാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. നമ്മുടെ തൊപ്പികൾ, ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, ഒരുപാട് ഇത് നമുക്ക് ഇവിടെ കാണാം.
കൂടുതലും ഈ മാർക്കറ്റിലൊക്കെ കൂടുതലും ഇത് ബിസിനസ് നിൽക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ സൈഡിൽ നിന്ന് ബാംഗ്ലാദേശ് അങ്ങനെയുള്ള മർച്ചൻസാണ് കൂടുതൽ ഇവിടെ വ്യാപാരത്തിൽ ഏർപ്പെട്ടേക്കണേ. എന്താ വിലക്കുറവ് വല്ലതും ഉണ്ടോ അവിടെ? നോക്കിയാ വില? boss, did you find anything? No. Come on, I will show you something. Come on. Yes, I found something for you. Come on. Hey. Not talking. അമോസിന് പറഞ്ഞ ടോയ് കിട്ടില്ല എന്ന് പറഞ്ഞാണ് അവന്റെ സങ്കടം. ഇവിടെ തൊപ്പിക്കട നിറച്ചുണ്ടല്ലോ. തൊപ്പിക്ക് ഇത് മാത്രം സെയിലുണ്ടോ ഇവിടെ? ചൂടുള്ളതുകൊണ്ടായിരിക്കോ? ട്രോളി പോയി സൈഡിൽ കൂടെ പിടിക്കുക, എന്നാലും നമുക്ക് ടോയ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഏതാ വിസറിയ? ഇവിടെ കണ്ടോ പക്ഷേ ഇവിടെ കണ്ടോ? ഇവിടെ കുറെ തനത് നാച്ചുറൽ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. അവരുടേതായ ആൽമണ്ട്, പിന്നെന്താ ഇവിടെ ബേക്കഡ് ബീൻസ്, മറ്റേ ഒരുപാട് ബീൻസുകൾ, പിസ്ത, ഇവിടുത്തെ നാച്ചുറൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് തോന്നുന്നത്. ഒറിഗാനോ, ഡയറ്റ്സ്, ഇവിടെ ഒലീവ്സ്, മാർക്കറ്റിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഡ്രൈഡ് ടൊമാറ്റോ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പർ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ ഷോപ്പുകൾ ഇതേപോലെ സെയിം തന്നെ ഡ്രൈഡ് ടൊമാറ്റോ, ഒലിവ്സ്, അതിൻ്റെയൊക്കെ വൈഡ് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. പിസ്തക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഐറ്റംസ് ആണ് നമ്മള് വാരി എടുക്കാനുള്ളതാണ്. ആണോ? അതേപോലെയാണോ? കറുകപ്പട്ടയില്ല, അതാ ഞാൻ നോക്കിയ പട്ടയുണ്ടോ? പട്ടയില്ല. നട്ടപ്പുറം നല്ല വെയിലായിരുന്നു. വന്ന് ഔഷധിയായി. ഇപ്പതേ വന്നപ്പോ ഓരോ ഡ്രിങ്ക് കഴിക്കാന്ന് വെച്ചു. അപ്പതേ നമ്മുടെ പോലത്തെ നാരങ്ങുള്ളാന്ന് തോന്നുന്നു പറഞ്ഞ സംഭവം മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തേ വേറെ ഡ്രിങ്ക്സും മേടിച്ചിട്ടുണ്ട്. ഓടിയാ എന്തായാലും നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് നടന്ന് ഈ പറയുന്ന നമ്മുടെ സിറ്റി സറൗണ്ടിങ്സും മാർക്കറ്റും എല്ലാം കറങ്ങി ഔഷധിയായി. അത് എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല നമ്മുടെ എന്താ പറയണേ, സോഡ നാരങ്ങളുള്ളതെന്ന് പറയില്ലേ, ആ സെറ്റപ്പിലൊരു ഐറ്റം കിട്ടി. അതൊരു സ്ട്രോബെറിയാണ്. പിന്നെ വേറെ ഒരു പേര് ഇവിടെയുള്ള ഒരു പേര് പറഞ്ഞിട്ടുള്ള ഡ്രിങ്കും കിട്ടി. ഞങ്ങൾ അത് കഴിച്ച് ക്ഷീണം മാറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വന്ന് അല്പം തളർച്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം കിട്ടാനായിട്ട് ഇവിടെ കിടന്ന് നിലവിളിയായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ തീർന്നു. അപ്പോൾ കാണുന്ന ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന കടയിൽ നിന്നൊക്കെ കിട്ടണം. അതെന്താ സംഭവം ബ്രോ? അതെന്താന്ന് കാണിച്ചെന്ന്? വണ്ടി